ഇന്ന് ഞാനും ഹരിയേട്ടനും കൂടി അമ്പലത്തിൽ പോവാൻ കേട്ടോ. അങ്ങനെ ഞാനും സായിമോനും കൂടെ അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ടുള്ള പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോകട്ടെ. നിറയെ ചെത്തിപ്പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചെത്തി മാത്രമല്ല കേട്ടോ, നന്ദ്യാരട്ടും ജമന്തിയും തുളസിയും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മഴയിലെ വെള്ളത്തിൽ അതൊക്കെ ചീഞ്ഞു പോയി. അങ്ങനെ പൂവൊക്കെ പറിച്ചു തീർന്നപ്പോഴേക്കും ഹരിയേട്ട റെഡി ആയിട്ട് വന്നു. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലോട്ട് നടക്കുവാണ്. ഞങ്ങളുടെ വീട്ടിൽ നേരെ അക്കരെ തന്നെയാണ് കേട്ടോ അമ്പലം. നമ്മൾ ഈ പാടം വഴി കയറി നേരെ നടന്ന് ചെല്ലുന്ന അമ്പലത്തിലോട്ടാണ്. കഴിഞ്ഞ മഴയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനെ വെള്ളം പൊങ്ങുന്നതായിട്ട് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് അടുത്ത കൃഷിക്കായിട്ട് ട്രാക്ടർ കൊണ്ട് എല്ലാം ഉഴുതു മറിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന അമ്പലത്തിലേക്ക് വന്നു. ഇത് അമ്പലത്തിൻ്റെ നേരെ വാതിക്കൽ കാണുന്ന കടവാണ്. അപ്പോൾ കടവിൽ കാലൊക്കെ കഴിയുന്ന ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. ഇതാണ് കേട്ടോ അമ്പലം, ഓങ്കാളി അമ്പലം. ഇവിടെ ഈ കൈനകരി നടുത്തുരുത്തുകാർക്ക് എല്ലാം ഓങ്കാളി അമ്മയാണ്. അമ്മയുടെ മണ്ണിൽ വരുമ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ, നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അതെനിക്കും അറിയില്ല അതെന്താ സംഭവം എന്ന്. അങ്ങനെ ഞങ്ങൾ അമ്മയെ തൊഴുതൊക്കെ ഇറങ്ങി ഹരിയേട്ടൻ ചന്ദനമൊക്കെ തൊട്ട്. അതിനിപ്പോൾ എനിക്കും തൊട്ട് തന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചന്ദനം തൊട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ചന്ദനമൊക്കെ തൊട്ട് വന്നു, സിന്ദൂരൊക്കെ തൊട്ട് വന്നു. പിന്നെ കുറച്ച് പട്ടിഷൊക്കെ കാണിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു.